ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർവകലാശാലയിലും കേരള CMD വഴിയും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. കേരളത്തിലെ 14 ജില്ലകളിലും ഒഴിവുകൾ വന്നിട്ടുണ്ട്. എഴുത്തും വായനയും അറിയുന്നവർക്ക് മുതൽ ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു 2 നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം കേരള സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് CMD വഴി വന്നിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 1 വർഷത്തേക്കുള്ള കോൺട്രാക്ട് ബേസിലുള്ള നിയമനമാണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 14/5/2025 വരെയാണ്. അപ്പോൾ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് MBA ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഇൻ ഡയറി ടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി ഉണ്ടായിരിക്കണം. കൂടാതെ FMCG ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിൽ കുറഞ്ഞത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പ്രാവീണ്യം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ട്രാവൽ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരിക്കണം. കൂടാതെ 2 വീലറും ഉണ്ടായിരിക്കണം. സാലറി വരുന്നത് 2.5 മുതൽ 3 lakh CTC പ്ലസ് TA DA പ്ലസ് ഇൻസെൻറ്റീവ്സ് ലഭിക്കുന്നതാണ്. 14 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 28 വയസ്സ് വരെയാണ്. കേരളത്തിലുടനീളം ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഏറ്റവും പുതിയ ഫോട്ടോ സ്കാൻ ചെയ്ത് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നിർദ്ദിഷ്ട സ്ഥലത്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സ്കാൻ ചെയ്തിട്ടുള്ള ഇമേജ് 200 KB താഴെയും അത് JPG ഫോർമാറ്റിലുമായിരിക്കണം. കൂടാതെ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ വെള്ള പേപ്പറിൽ ഒപ്പിട്ട് അത് സ്കാൻ ചെയ്ത് ഓൺലൈൻ അപേക്ഷയിൽ നിർദ്ദിഷ്ട സ്ഥലത്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സ്കാൻ ചെയ്ത ഇമേജ് 50 KB താഴെയുള്ളതും അത് JPG ഫോർമാറ്റിലുമാവണം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രം ഉപയോഗിച്ചുള്ള സിഗ്നേച്ചർ അനുവദിക്കുന്നതല്ല. അപ്പോൾ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു മൊബൈൽ നമ്പറും ഇമെയിൽ IDയും ഉണ്ടായിരിക്കണം. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുവഴിയായിരിക്കും അവർ അറിയിക്കുക. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ സ്ക്രീനിങ്ങിന് ശേഷം റിട്ടേൺ ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, സ്കിൽ ടെസ്റ്റ്, പ്രൊഫഷൻസി ടെസ്റ്റ്, ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണി വരെ വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് കേരള സർവകലാശാലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ ബോട്ടണി വിഭാഗത്തിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഫാമിലെ പ്രവൃത്തികൾ ചെയ്യുന്നതിനായി 89 ദിവസത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ തോട്ടം തൊഴിലാളിയെ ആവശ്യമുണ്ട്. അപ്പോൾ കൃത്യമായി പൂരിപ്പിച്ച അപേക്ഷകൾ 5/5/2025 വൈകിട്ട് 4 മണിക്ക് മുൻപായി നേരിട്ടോ തപാൽ മുഖേനയോ കാര്യവട്ടത്തെ ബോട്ടണി വിഭാഗം ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ: യോഗ്യത, എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം. ജനനതീയതി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്. പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെ. നിയമപ്രകാരമുള്ള ഇളവ് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടിയാണ് ആവശ്യമായ രേഖകൾ ഹാജരാക്കേണ്ടത്. കൂടാതെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, ഫാം അല്ലെങ്കിൽ നഴ്സറി അല്ലെങ്കിൽ ഗാർഡൻ ജോലിയിൽ 2 വർഷത്തിൽ കുറയാതെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. ഫാം മെഷീനുകൾ ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന രേഖകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. വിശദ വിവരങ്ങൾക്ക് keralauniversity.ac.in/jobs എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്തത് കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ ബോട്ടണി വിഭാഗത്തിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഫാമിലെ പ്രവൃത്തികൾ ചെയ്യുന്നതിനായി 89 ദിവസത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഗാർഡൻ മേസ്തിരി ആവശ്യമുണ്ട്. കൃത്യമായി പൂരിപ്പിച്ച അപേക്ഷകൾ 5/5/2025 വൈകിട്ട് 4 മണിക്ക് മുൻപായി നേരിട്ടോ തപാൽ മുഖേനയോ കാര്യവട്ടത്തെ ബോട്ടണി വിഭാഗം ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ: എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം. ജനനതീയതി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്. പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെ. നിയമപ്രകാരമുള്ള ഇളവ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ആവശ്യമായ രേഖകൾ ഹാജരാക്കേണ്ടത്. പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്. ഫാം അല്ലെങ്കിൽ നഴ്സറി അല്ലെങ്കിൽ ഗാർഡൻ ജോലിയിൽ 5 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ആവശ്യമാണ്. കൂടാതെ ഫാം മെഷീനുകൾ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. കൂടാതെ ഗാർഡൻ പരിപാലനവുമായി ബന്ധപ്പെട്ട ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് തുടങ്ങിയ ജോലികൾ അറിയുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന രേഖകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു 2 നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.